എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്കൊന്നൊരു ഈസി ആയിട്ടുള്ള ബിരിയാണി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി തക്കാളിയും സവാളയും പിന്നെ പുതിനയിലയാണെങ്കിൽ മല്ലിയില എടുത്തിട്ടുണ്ടായിരുന്നു. പുതിനയിലാണെങ്കിൽ നമ്മളിവിടെ നട്ട് വളർത്തുന്നുണ്ടായിരുന്നു അല്ലേ. മല്ലിയിലയും ഉണ്ട്. മല്ലിയില പക്ഷേ ആണെങ്കിൽ ഇല്ലായിരുന്നു. അപ്പം നമുക്ക് എല്ലാം നല്ല ക്ലീൻ ചെയ്ത് അരിഞ്ഞ് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ അപ്പോൾ ഓൾറെഡി ആണെങ്കിൽ ബസുമതി റൈസ് ആണെങ്കിൽ മമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബസുമതി റൈസ് വേവിച്ച് മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇല്ല. അത് റൈസൊക്കെ ഇട്ട് അതിനകത്തിലാണെങ്കിൽ കുറച്ച് ഉപ്പും പിന്നാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും ഒരു കുരുമുളകും പിന്നാണെങ്കിൽ ഏലക്ക ഗ്രാമ്പും കൊണ്ടിട്ടിട്ട് വെള്ളം, അതെ കറക്റ്റായിരുന്നു, വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളത് വേവിച്ചെടുക്കും. ഒത്തിരി വെന്ത് പോകാതെ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് വേവിച്ചിട്ട് ആ വെള്ളമൊക്കെ ആണെങ്കിൽ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഈ ഗ്രേവി നമുക്ക് റെഡിയാക്കി എടുക്കണ്ടേ. നമ്മളിതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എങ്ങനെ മമ്മി അത് റെഡിയാക്കി വെച്ചേക്കുന്നത് അറിയാമോ? അറിയാം. എങ്ങനെ വെച്ചേക്കുന്നത്? മമ്മി ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കും. എന്നിട്ട് അതൊരു പാത്രത്തിൽ വെച്ച് നമ്മൾ പാത്രത്തിൽ വെച്ച് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാകത്തില്ലേ, അതുപോലെ ഒഴിച്ച് ഫ്രീസറിൽ എടുത്ത് വെക്കും. എന്നിട്ട് അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്യും, ചോക്ലേറ്റ് പോലെ. ഇങ്ങനെ നേരത്തെ കട്ട് ചെയ്താ അങ്ങനെ ഫ്രീസ് ആക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കുമ്പോൾ ഇങ്ങനെ വര ഇട്ടിട്ട് ഇടും. അന്നേരമാണ് നമ്മൾ ഇത് ഭയങ്കര കട്ട പിടിച്ച് പൊട്ടി പോകും. അപ്പം അങ്ങനെ എടുത്ത് ഞാൻ വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്ക് എളുപ്പമാണ്, അഴുക്കാവില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയൂടെ ആണെങ്കിൽ ഒഴിച്ച് അരച്ചെടുത്ത് വെച്ചാൽ മതി. വെള്ളം ഒട്ടും ചേർക്കത്തില്ല. അപ്പം നമ്മളുടെ ഇതിൻ്റെ മസാല എങ്ങനെ റെഡിയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് കറുവപ്പട്ടയും പിന്നെ 2 ഏലക്കായും ഗ്രാമ്പും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 2 കുരുമുളകും കൂടി ഇട്ട് എണ്ണയിലാണെങ്കിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന് പകരം ഇതെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് സവാള ഇട്ട് വഴറ്റിയെടുക്കണം. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വഴറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തക്കാളിയും പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മുടെ സോസേജ് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതൊന്ന് വെന്ത് കിട്ടണമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊടികളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് ഒത്തിരി മസാലകൾ ഇടരുത് കേട്ടോ. അത് കഴിഞ്ഞ് ഇതിനുള്ള ഒരു ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. മമ്മി ഉണ്ടാക്കുന്ന സമയമില്ലേ, ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയേ, നല്ല ചിക്കൻ ബിരിയാണിയുടെ മണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളമാകാൻ പാടില്ല, പറ്റിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചോറ് വെന്തതാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് നെയ്യ് കൂടെ ഒഴിക്കുക. പിന്നെ നമ്മുടെ പുതിനയിലയും മല്ലിയിലയും കൂടെ ആണെങ്കിൽ അതിൻ്റെ മണ്ടയിലോട്ട് അരിഞ്ഞ് വിതറി കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം അത് അടച്ചു വെക്കുക. അടച്ചു വെച്ച് തീ അന്നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് തീ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഇളക്കി എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പം നമ്മളൊരു ജ്യൂസി ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള റൈസല്ല കിട്ടുന്നത്, ചെറുതായിട്ടൊരു ജ്യൂസി ആയിട്ടുള്ളൊരു റൈസാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.